അപ്പൊ മേ ബി ദിസ് 1 week or 2 week I will start the job. മനസ്സിലായ? അത് അല്ല, എല്ലാരും ചെയ്യുന്ന ഞാൻ പുറത്തു നിന്നിട്ടല്ലേ ചെയ്യുന്ന അറിഞ്ഞത്. ഞാൻ പണ്ട് കയറിയിട്ടില്ലേ. നമ്മക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ UDF ഏകദേശം 31 കൗൺസിലർമാർ മത്സരിച്ച് വിജയിക്കുകയും അവരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പായിരുന്നു. വളരെ നല്ല രീതിയിൽ ചെയർമാനായി ഇളവനായ എന്നെയും വൈസ് ചെയർപേഴ്സണായി പ്രിയപ്പെട്ട സിന്ധുമോളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് പാർട്ടി. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. തിരൂരിൻ്റെ വികസന കാര്യങ്ങൾ, പ്രധാനമായും വികസനം, ആരോഗ്യം, ഗതാഗത മേഖല, അതുപോലെ തന്നെ വ്യവസായ മേഖല, വ്യാപാര മേഖല, ഇത് ഇന്നും ചില പ്രശ്നങ്ങൾ പരിഹാരമാവാതെ നമ്മൾ തിരൂരിൽ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയുണ്ട്. മുൻകാലഘട്ടങ്ങളിലുള്ള കൗൺസിലേഴ്സൊക്കെ ചെയർമാനും നമ്മുടെ ഭരണസമിതിയൊക്കെ അവരെ കൊണ്ട് പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തിട്ടുണ്ട്. തുടർ ആ വികസനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഗതാഗതക്കുരുക്കാണ്. ഗതാഗതക്കുരുക്ക് തിരൂര് ഇപ്പൊ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തിരൂര് വലിയ രീതിയിൽ വരുന്ന 2 മാളുകൾ നമുക്കറിയാം. നെക്സ്റ്റോ വന്നു, അതുപോലെ തന്നെ ലുലു മാൾ തിരൂര് ഏതാനും സമയങ്ങൾക്കകം തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പടിഞ്ഞാറ് മേഖലയൊക്കെ വളരെ റഷായിക്കൊണ്ട് വാഹനങ്ങൾ മണിക്കൂർ കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്നൊരവസ്ഥയുണ്ട്. പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മുഖ്യമായിട്ട് കൊണ്ടുവരിക. മറ്റൊന്ന്, തിരൂര് മാർക്കറ്റിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റ്, റെയിൽവേയുടെ വികസനം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂർ തിരുനാവായ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി തിരൂര് ഏകദേശം ഒരു ജംഗ്ഷനോടടുത്ത ഒരു പ്രദേശമായി വരും. അപ്പൊ അതിന്റെ വികസനം കൂടുമ്പോൾ ഫിഷ് മാർക്കറ്റ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ റെയിൽവേ അക്വയർ ചെയ്ത് പോകുന്നൊരവസ്ഥയിലേക്കാണ് പോവുക. ആ ഫിഷ് മാർക്കറ്റും എത്രയും പെട്ടെന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം തന്നെ ഏകദേശം 3 ഏക്കർ സ്ഥലം നമ്മുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിനടുത്ത് സ്ഥലം ഒഴിഞ്ഞു കിടക്കുക, കാട് പിടിച്ച് കിടക്കുക. അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ അനധികൃതമായി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവനമാർഗമാണ്. ആ ജീവനമാർഗത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ നിയന്ത്രണത്തോടു കൂടി ഒരു സംവിധാനം, തിരൂരിൻ്റെ ഒരു 2-3 ഹബ്ബുകൾ മാത്രം പ്രവർത്തിക്കുന്ന, ആ ഹബ്ബുകളിൽ ചെറിയ സ്റ്റോളുകൾ നിർമ്മിച്ച് അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള, മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനം കിട്ടുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് പ്രയാസമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നുള്ളത് നമ്മളുടെ ഒരു പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, എല്ലാരും ചെയ്യുന്ന ഞാൻ പുറത്തു നിന്നിട്ടല്ലേ ചെയ്യുന്ന അറിഞ്ഞത്. ഞാൻ പണ്ട് കയറിയിട്ടില്ലേ. നമ്മക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ.